നമുക്ക് ഇന്നിവിടെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെ പറ്റി പഠിക്കാം. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ടിനെ കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ആ ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതായത് ബേസ്ഡ് ഓൺ ദ പ്രസന്റ് ഇൻപുട്ട്, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള ഇൻപുട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെ മെമ്മറി എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. മെമ്മറി എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്തതിന് ശേഷം എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ടൈമിൽ അത് ഇൻപുട്ടായിട്ട്, അതായത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ അടുത്തൊരു പ്രാവശ്യം നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് മാറ്റും. മനസ്സിലായോ? നമുക്ക് ആദ്യം ഒരു ഇൻപുട്ട് ഉണ്ട്, ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു ഔട്ട്പുട്ടിനെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി എലമെന്റിലാണ്. ഈ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു പാത്തിനെ നമ്മൾ ഫീഡ്ബാക്ക് പാത്ത് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പാത്തിനെ ഫീഡ്ബാക്ക് പാത്ത് എന്നാണ് വിളിക്കുന്നത്. സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം എപ്പോഴാണോ നമുക്ക് അടുത്ത സ്റ്റേജിൽ ഇൻപുട്ടിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് മെമ്മറി എലമെന്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നത് പ്രോസസ്സ് ചെയ്യുന്നത് എപ്പോഴും കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് കൂടുതലായിട്ട് നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ്, ഡിജിറ്റൽ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഒപ്പം നമ്മൾ ക്ലോക്ക് സിഗ്നൽ കൂടി കൊടുക്കുന്നുണ്ട്. ക്ലോക്ക് സിഗ്നൽ അല്ലെങ്കിൽ ക്ലോക്ക് പൾസ് കൂടി നമ്മൾ ഈ ഒരു സർക്യൂട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ക്ലോക്ക് സിഗ്നൽ കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതൊരു സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിൻക്രണൻസും, രണ്ടാമത്തത് അസിൻക്രണൻസും. സിൻക്രണസ് ലോജിക് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗറിന്റെ കൂടെ, ഈ ഒരു വർക്കിങ്ങിന്റെ ഒപ്പം ക്ലോക്ക് സിഗ്നൽസിനെ കൂടി ആഡ് ചെയ്യും. ക്ലോക്ക് സിഗ്നൽസ് ഓൾവേസ് നമുക്കൊരു ഡിസയർ ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലഭിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒന്നാണ് ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. ക്ലോക്ക് സിഗ്നൽ വരുന്നത് എപ്പോഴും സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിലായിരിക്കും. അസിൻക്രണൻസിൽ ഒരിക്കലും ക്ലോക്ക് സിഗ്നൽസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ പറ്റിയാണ്. സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഓൾവേസ് ക്ലോക്ക് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു വർക്കിംഗ് നടക്കുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു ഔട്ട്പുട്ടിനെ മെമ്മറി എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ മെമ്മറി എലമെന്റ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുമ്പോഴേക്കും ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു മെമ്മറി എലമെന്റിലെ വാല്യൂ ആണ്. മെമ്മറി എലമെന്റിലെ വാല്യൂ എടുക്കുന്നതിനൊപ്പം ക്ലോക്ക് സിഗ്നൽസ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ക്ലോക്ക് പൾസ് കൊടുത്താൽ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഈ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ നമുക്ക് ലാച്ച് എന്ന് വിളിക്കാം. സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ നമുക്ക് ലാച്ച് എന്ന് വിളിക്കാം. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്, ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഒരു കണ്ടീഷനെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ടിനെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിക്കാം. 0നെ നമ്മൾ ഈ മെമ്മറി എലമെന്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെമ്മറി എലമെന്റിൽ ഈ 0നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കുമ്പോൾ, അതായത് അതിന്റെ കറണ്ട് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കുമ്പോൾ അത് 1 ആയിട്ട് ചേഞ്ച് ചെയ്യും. അതിന്റെ സ്റ്റേറ്റ് മാറും. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലോക്ക് സിഗ്നൽസ്. അതായത് ക്ലോക്ക് സിഗ്നൽസ് ആണ് നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ബേസിക് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ലാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, മറ്റൊന്ന് കൗണ്ടേഴ്സ്, and another one registers.
ഇതിൽ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറ്റിയും രജിസ്റ്റേഴ്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ലാച്ച് എന്നാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലാച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ലാച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബേസിക് ലാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും വിത്ത് 2 നോട്ട് ഗേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക് ലാച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബേസിക് ലാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് 2 നോട്ട് ഗേറ്റ്സ്, 2 നോട്ട് ഗേറ്റ്സ് വെച്ചിട്ടാണ്. നമുക്കറിയാലോ നോട്ട് ഗേറ്റ്സ്. ഇവിടെ നമ്മൾ നോട്ട് ഗേറ്റ്സ് വരയ്ക്കുന്നു. അഗൈൻ ഇത് ഫസ്റ്റ് നോട്ട് ഗേറ്റ്സും ഇത് സെക്കൻഡ് നോട്ട് ഗേറ്റുമാണ് കൊടുത്തു. ലാച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് എപ്പോഴും സെക്കൻഡ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ്. അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. അഗൈൻ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് എന്താണെന്നാ പറഞ്ഞത്? സെക്കൻഡ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് എന്തായിരിക്കും? ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ ഞാൻ 0 എന്നുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നത് നോട്ട് ഗേറ്റിലൂടെ പോകുമ്പോൾ. അതായത് നമ്മൾ അസ്യൂം ചെയ്യണേണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് എന്താ? സെക്കൻഡ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഈ 0 ഞാൻ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. 0 കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വർക്ക് ചെയ്യുവാണ് നോട്ട് ഗേറ്റിലൂടെ. നമുക്കറിയാലേ 0 നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ ലഭിക്കുന്നത്? 1 ആണ് ലഭിക്കുന്നത്. 0 നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് ലഭിക്കുന്നു? 1 ലഭിക്കുന്നു. ഈ 1 എന്നുള്ളത് ആരാ? സെക്കൻഡ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് ആണ് ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് നോട്ട് ഗേറ്റിൽ 1 കൊടുക്കുന്നുണ്ട്, ഇൻപുട്ടായിട്ട് 1 കൊടുക്കുന്നു. ഇൻപുട്ട് 1 വന്നാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? 0 ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ലാച്ചിന്റെ വർക്കിംഗ് വരുന്നത്. ഇതൊരു സിമ്പിൾ ലാച്ച് ആണ്. നമ്മൾ എപ്പോഴും നമ്മൾ സിമ്പിൾ ലാച്ച് അല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറെ അധികം ഇൻപുട്സ് വരുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒറ്റൊരു ഇൻപുട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ഗേറ്റ് എപ്പോഴും ഒറ്റൊരു ഇൻപുട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കുറെ അധികം ഇൻപുട്സ്, ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നാൻഡ് അല്ലെങ്കിൽ നോർ ഗേറ്റ്സ് യൂസ് ചെയ്യാം. നമുക്കപ്പോൾ ലാച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നാൻഡ് അല്ലെങ്കിൽ നോർ ഗേറ്റ്സ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊരു ബേസിക് ലാച്ച് ആണ്. ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് വരുമ്പോൾ നമ്മൾ നോട്ട് ഗേറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് നാൻഡ് അല്ലെങ്കിൽ നോർ ഗേറ്റ്സ് ആയിരിക്കും. സോ നമുക്കിവിടെ ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം വരക്കാം. ഇതൊരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ആണ്. കുറെ അധികം ഇൻപുട്സ് ഉണ്ട്. ഈ ഇൻപുട്സിനെ പ്രോസസ്സ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 2 ഔട്ട്പുട്ട് ആയിരിക്കും. ഒന്ന് ക്യൂ ആണെങ്കിൽ മറ്റൊന്ന് ക്യൂ ബാർ ആയിരിക്കും. ഇതെല്ലാം എന്താണ്? ഇൻപുട്സ് ആണ്. നമ്മൾ കുറെ അധികം ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാച്ച് എന്ന് പറയുന്നത്. ഈ ലാച്ചിനെ നമ്മൾ SR ലാച്ച് എന്നും പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്യൂ എപ്പോഴും 0യും Q0 ആണെങ്കിൽ ക്യൂ ബാർ എന്തായിരിക്കണം? ക്യൂ ബാർ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ Q0യും ക്യൂ ബാർ 1 ആകുന്ന ആ ഒരു കണ്ടീഷനെയാണ് റീസെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് Q = 0യും ക്യൂ ബാർ = 1 വരുന്ന കേസിലാണ് നമ്മൾ പറയുന്നത് റീസെറ്റ് കണ്ടീഷൻ എന്ന്. ഇനി Q = 1 ആൻഡ് ക്യൂ ബാർ = 0 വരുന്ന കേസിൽ, Q = 1 ആൻഡ് ക്യൂ ബാർ = 0 വരുന്ന കേസിൽ നമ്മൾ ഇതിനെ സെറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. സോ ബേസിക് ലാച്ചസ് അല്ലെങ്കിൽ നമ്മൾ നാൻഡ് ഓർ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ലാച്ചിനെ നമ്മൾ SR ലാച്ച് എന്നാണ് വിളിക്കുന്നത്. SR ലാച്ച് ആണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലാച്ച്. അപ്പോൾ SR ലാച്ചിനെ നമ്മൾ സെറ്റ് ആൻഡ് റീസെറ്റ് ലാച്ച് എന്നും പറയും. നമുക്ക് വേറെയും ലാച്ചസ് ഉണ്ട്, പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ലാച്ചാണ് SR ലാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് ഈ സ്റ്റേറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ഈ സ്റ്റേറ്റിൽ ചേഞ്ചസ് വരാം. എപ്പോഴാണോ നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ ലാച്ച് നമ്മൾ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻപുട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എനേബിൾ പിന്നോ ക്ലോക്ക് കൊടുത്തിട്ട് നമുക്ക് ലാച്ചിനെ മോഡിഫൈ ചെയ്യാം. അങ്ങനെ മോഡിഫൈ ചെയ്ത് ലഭിക്കുന്ന ആ ലാച്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കാം. ഈ ഒരു കണ്ടീഷനെ
നമ്മൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ഈ കണ്ടീഷൻസ് ചേഞ്ച് ആകുന്നത് എപ്പോഴും ക്ലോക്ക് പൾസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. എപ്പോഴാണോ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമാണ് ഇതിന്റെ ഈ ഒരു ഔട്ട്പുട്ട്സിൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. അതിന് മുമ്പ് വരെ ഇത് അത് എങ്ങനെയാണോ അതിന്റെ ഔട്ട്പുട്ട് അതുപോലെ തന്നെ നിലനിൽക്കുള്ളൂ. ഇതിൽ ചേഞ്ചസ് വരുന്നത് എപ്പോഴും ക്ലോക്ക് പൾസിന്റെ ആ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട്, അഡീഷണൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ എനേബിൾ പിൻ, നമ്മൾ പിൻ എനേബിൾ ചെയ്യുകയോ ഇപ്പോൾ നമ്മൾ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്, ഒരു മോഡിഫൈ ലാച്ച് ലഭിക്കും. മോഡിഫൈ ലാച്ച് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇതിൽ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മോഡിഫൈ ലാച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്നത് ആരാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. മോഡിഫൈ ചെയ്യുമ്പോൾ ആ ലാച്ച് പിന്നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്ലോക്കോ ഒരു പിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ ഇൻപുട്ടോ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്നത് എന്താണ്, ആ ലാച്ച്, നമ്മുടെ കയ്യിലുള്ള ലാച്ചിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഇൻപുട്ടോ ക്ലോക്കോ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു മോഡിഫൈഡ് ലാച്ച് ലഭിക്കുന്നുണ്ട്. ആ മോഡിഫൈഡ് ലാച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമുക്ക് SR ലാച്ച് ഞാൻ പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള ലാച്ചാണ്. നമ്മൾ സെറ്റ് ആൻഡ് റീസെറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മൾ SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്, അതായത് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് SR ലാച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നാൻഡ് വരക്കാം അല്ലേ. ഇതാണ് നാൻഡിൻ്റെ സിമ്പിൾ. നമ്മൾ നാൻഡ് ഗേറ്റ് വരക്കുവാണ്. നാൻഡ് ഗേറ്റ് വരച്ചു. ദെൻ നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്, Q and Q bar. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഫസ്റ്റ് ഇൻപുട്ടിന് S എന്നും രണ്ടാമത്തെ ഇൻപുട്ട്, അതായത് നാൻഡിൽ നമ്മൾ രണ്ടിൽ കൂടുതൽ ഇൻപുട്സ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് എന്തായിരിക്കും, R എന്ന് പറഞ്ഞാൽ അതായത് ആറിൻ്റെ S ആണ്, ഇവിടെ R ആണ്. രണ്ടാമത്തെ നാൻഡിൻ്റെ ഔട്ട്പുട്ടാണ്, ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് S എന്ന് പറഞ്ഞ നാൻഡിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അടുത്തത് R നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ശ്രദ്ധിക്കുക. നാൻഡ് ഗേറ്റ് വരക്കാം, നമുക്കറിയാവുന്ന നമ്മുടെ നാൻഡ് ഗേറ്റ് വരക്കാം. എന്നിട്ട് രണ്ടാമത്തെ, നമ്മൾ ആദ്യത്തെ ഇൻപുട്ട് S എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ഇൻപുട്ട് അടുത്ത നാൻഡ് ഗേറ്റിന്റെ, നമ്മുടെ കൂടെയുള്ള രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യത്തെ നാൻഡ് ഗേറ്റിൽ കൊടുക്കുന്ന ഇൻപുട്ട്. ഇവിടെ നോക്കി, നമ്മൾ വേറൊരു നാൻഡ് ഗേറ്റ് വരച്ചു, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു, 6 ഇൻപുട്ട് കൊടുത്തു. ആ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന അടുത്തൊരു ഇൻപുട്ട്, ആ ഒരു നാൻഡ് ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്ന അടുത്ത ഇൻപുട്ട് എന്താണ്, ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആക്കുക, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നാൻഡ് ഗേറ്റിന്റെ, നമ്മൾ സാധാരണ നമ്മൾ നാൻഡ് ഗേറ്റ് പഠിച്ചിട്ടില്ലേ, നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ചു വെക്കാം. അപ്പോൾ ട്രൂത്ത് ടേബിൾ ആണ്, നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ ആണ് A, B ആൻഡ് ദ റിസൾട്ട് Y. ഇവിടെ ഞാൻ 0 0, നമുക്ക് 2 ഇൻപുട്ട് ഉള്ളപ്പോൾ നമുക്ക് 4 കോമ്പിനേഷൻസ് വരും എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. 0 1 1 0 again 1 1. കിട്ടുന്ന റിസൾട്ട് 0 0 എന്ന് പറയുമ്പോൾ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് 1, ഇവിടെ 1 again 1 ആൻഡ് ദ ലാസ്റ്റ് 1 0. സോ 0 1 എന്നുള്ളത് 1 ആകും, 1 0 എന്നുള്ളത് 1 ആകും, ആൻഡ് 1 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ലാച്ച് ചെയ്യുന്നത്, ലാച്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട്, എസ്സിൽ കൊടുക്കുന്ന ഇൻപുട്ട് 1 എന്നും ആറിൽ കൊടുക്കുന്ന ഇൻപുട്ട് 0 എന്നുമാണ്. എസ്സിൽ കൊടുക്കുന്ന ഇൻപുട്ട് 1 എന്നും ആറിൽ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഞാൻ വേറൊരു ഇങ്ക് വെച്ച് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ആദ്യം ഞാൻ കൊടുക്കുന്നത് എന്താണ്, എസ് 1 എന്നും, എസ് 1 ആണ്, ആൻഡ് ആർ എത്രയാണ്, ആറ് 0 എന്നുമാണ് ഞാൻ കൊടുക്കുന്നത്. എസ് 1 ഉം ആറ് 0 എന്നും ഞാൻ കൊടുത്തു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, 0 ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ 0 വരുന്ന കേസിൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ 0 വരുന്ന കേസിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ 0 വരുന്ന കേസിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഏതെങ്കിലും, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് 0 ഉം 1 ഉം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 0 വന്നു, ഒരു ഇൻപുട്ട് എന്താണ് 0 വന്നു. ഇവിടുത്തെ ഇൻപുട്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻപുട്ട്, ഇവിടെ ഇപ്പോൾ 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്, ഇവിടെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വരുന്ന കേസിൽ ഔട്ട്പുട്ട് എന്താണ്, 1 ആണ്. 1 ആണെങ്കിൽ ഈ ക്യൂ ബാറിൽ കിട്ടുന്ന റിസൾട്ട് അല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്.
ഫസ്റ്റ് നാൻഡിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ 1 1 എന്ന് പറയുന്നത് 1 1 വരുന്നത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 1 എന്ന് വരുന്നത് ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ക്യൂവിന്റെ റിസൾട്ട് എത്രയാണ്? 0യും ക്യൂ ബാറിന്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. ക്യൂ 0യും ക്യൂ ബാർ 1 വരുമ്പോൾ ഇത് എന്ത് കണ്ടീഷൻ എന്നാണ് പറയുന്നത്? റീസെറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഇനി ഈ സെറ്റ്, ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു കാര്യം സെയിം ആണോ അല്ലെങ്കിൽ ഇത് പ്രീവിയസ് സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് S = 1ഉം R = 1ഉം കൊടുക്കുന്നു. S = 1ഉം R = 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഞാനിവിടെ എസിന്റെ അവിടെ 1 എന്ന് കൊടുത്തു, ആറിന്റെ അവിടെ 1 കൊടുത്തു. അപ്പൊ നോക്കിയേ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 കൊടുത്തു, ഔട്ട്പുട്ട് എന്താണ്? 0 വന്നു അല്ലേ. ആ 0നെ നമ്മൾ എവിടെ ഇട്ട് കൊടുത്തു? ഈ ഒരു പോർഷനിൽ ഇട്ട് കൊടുത്തു. 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇനി ശ്രദ്ധിച്ചേ, നമുക്കിനി അറിയേണ്ടത് ക്യൂവും ക്യൂ ബാറും Q0യും ക്യൂ ബാർ 1ഉം ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് മാത്രം അറിയാനേ ഉള്ളൂ. അപ്പോൾ നോക്കി, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്തായിരുന്നു? പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു എലമെന്റ് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണെന്ന് പറഞ്ഞു. നമ്മൾ 1 ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് കൊടുത്തു, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? Q0 ആണെന്ന് മനസ്സിലായി. Q0 ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ 0 0 0 0, അതായത് 2 ഇൻപുട്ട് 0 ആയപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? 1 എന്ന് വന്നു അല്ലേ. നമുക്കപ്പോൾ ആൻസർ കിട്ടി, 1 എന്ന് ലഭിച്ചു. ഇനി അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രീവിയസ് സ്റ്റേറ്റ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെമ്മറി എലമെന്റിൽ ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ നമ്മൾ ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുത്തത് ഏത് ഇൻപുട്ടാണ്? പ്രീവിയസ് ആയിട്ട് നമുക്ക് ലഭിച്ച ഇൻപുട്ട്, അതായത് തൊട്ട് മുമ്പ് നമ്മുടെ ആ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ, ആ ഒരു വർക്കിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? 1 ആണ് അല്ലേ. ഈ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഈ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ 1, ഞാനിവിടെ എസിൽ കൊടുത്ത വാല്യൂ എന്താണ്? 1 1 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട്? 0 എന്നാണ്. അപ്പൊ ഇവിടെ ക്യൂ എന്താണ്? 0 ആയി. എഗെയിൻ ഞാൻ ആ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. Q1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്? 1 ആണ്. ആ 1 ഞാൻ ഇവിടെ ഇട്ടു. ഇതെന്താണ്? സെയിം ആസ് പ്രീവിയസ്. അത് അങ്ങനെയല്ലേ, പ്രീവിയസ് സ്റ്റേറ്റ് പോലെ തന്നെയല്ലേ ഇവിടെ നമുക്ക് ലഭിച്ചേക്കുന്നത്? സെയിം ആസ് പ്രീവിയസ് സ്റ്റേറ്റ്. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം S = 1 ആൻഡ് R = 0 എന്ന് കൊടുത്തു. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നിട്ടുണ്ടെങ്കിൽ NAND ഗേറ്റ് എടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആറിന്റെ കേസിലാണ് ഞാൻ 0 കൊടുത്തത്. അപ്പോൾ ആറിന്റെ കേസിൽ 0 കൊടുത്തു. അപ്പോൾ ആറുള്ള ആ ഒരു നാൻഡ് ഗേറ്റിൽ, 6 എന്നുള്ള ഇൻപുട്ടുള്ള ആ നാൻഡ് ഗേറ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താവണം? 1 ആകണം. 1 ഞാൻ കൊടുത്തു. ആ 1നെ ഞാൻ എങ്ങോട്ടേക്ക് കൊടുത്തു? ലാച്ചിന്റെ പ്രത്യേകത എന്താ? ഓരോ നാൻഡിന്റെയും ഔട്ട്പുട്ട് ആണ് അടുത്ത നാൻഡിന്റെ ഇൻപുട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുത്തു? ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഈ ഇൻപുട്ട് 1 ആണ്. നമ്മൾ എസിൽ കൊടുത്ത ഇൻപുട്ട് എന്താണ്? 1 ആണ്. 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നാൻഡ് ഗേറ്റിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? റിസൾട്ട് എന്താണ്? 0. ആ 0 ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. നമ്മുടെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ 0നെ ഞാൻ ഇവിടെ ഇട്ടു. ഈ 0 ഇവിടെ വന്നാലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 1 തന്നെയാണ് അല്ലേ. അപ്പൊ ഞാൻ പ്രീവിയസ് സ്റ്റേറ്റിൽ എനിക്ക് ഇവിടെ വെച്ചാണ് ഞാൻ നിന്നത്. ഇവിടെ അതായത് ഈ 0നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. 0 1 എന്നുള്ളത് എന്തായി? നമുക്ക് 0 0 എന്നുള്ളത് എന്തായി? 1 ആയി കേട്ടോ. ഈ 1 ഞാൻ ശ്രദ്ധിച്ചില്ല, 0 0 എന്നുള്ളത് 1 ആയി. നമ്മുടെ റിസൾട്ട് 1 ആണെന്ന് നമ്മൾ കിട്ടി. നമ്മൾ അവിടെ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് 1 ആണ്. അപ്പൊ നമുക്ക് Q0 കിട്ടി, Q ബാർ 1 കിട്ടി. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ റിസൾട്ട് എഴുതി വെച്ചു. അതിനുശേഷം ആ റിസൾട്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, അതായത് അത് പ്രീവിയസ് ആയിട്ട് ഈ ഒരു എലമെന്റ് ആണല്ലോ നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുക്കുന്നത്, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? എസിന് 1 എന്നുള്ള വാല്യൂ കൊടുത്തു, ആറിനും 1 എന്നുള്ള വാല്യൂ കൊടുത്തു. ഈ ബ്ലാക്ക് ഇങ്ക് വെച്ച് എഴുതിയേക്കുന്നത് രണ്ടാമത് ചെയ്ത ഈ ഒരു പോർഷൻ ആണ് കേട്ടോ, ഈ ബ്ലാക്ക് ഇങ്ക് വെച്ച് എഴുതിയേക്കുന്നത്. അപ്പോൾ 1 1 കൊടുത്തു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 1 1 കൊടുത്തിട്ടുണ്ട്. 1 1 കൊടുക്കുന്ന കേസിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അത് ആദ്യം ശ്രദ്ധിക്കേണ്ട, അത് നോക്കണ്ട. നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എത്രയാണ്? ക്യൂ ബാറിന്റെ അവിടെ 1 ആണ് കിട്ടിയത്. ഈ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ 1ൽ എനിക്ക് കിട്ടിയ വാല്യൂനെ ഞാൻ ഈ ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. 1 1 എന്ന് പറയുന്നതിന് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 0. ആ 0നെ ഞാൻ സെക്കൻഡ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. 0 1 എന്നുള്ളത് എന്താണ്? 0 1 എന്നുള്ളത് 1 ആണ്. എഗെയിൻ നമ്മളിവിടെ ഇവിടെ എന്താണോ നമുക്ക് കിട്ടിയത് അത് തന്നെ നമുക്ക് ഇവിടെ റിസൾട്ട് ആയിട്ട് കിട്ടി. സോ ഇത് സെയിം ആസ് പ്രീവിയസ് എന്ന് പറഞ്ഞു. ഇത് കേസ് 1 ആണ്. അങ്ങനെ ഇവിടെ കേസ് 2 S = 0 R = 1 കൊടുത്തു. S = 0 R = 1 കൊടുത്തു.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം 1 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കി നമ്മുടെ ഈ ഒരു ഫിഗറിൽ നോക്കിക്കോട്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് നമ്മൾ കേസ് 1 ചെയ്ത കാര്യമാണ്. കേസ് 2 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എസ് എത്രയാണ്? എസിന്റെ വാല്യൂ എന്താണ്? 0 ആൻഡ് ആറിന്റെ വാല്യൂ എത്രയാണ്? 1. എസിന്റെ വാല്യൂ 0യും ആറിന്റെ വാല്യൂ 1ഉം ആണ് നമ്മുടെ കേസ് 2 നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറയുന്നത്. സോ എന്താ, ഏതെങ്കിലും ഒരു വാല്യൂ 0 വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നാ പറയുന്നത്? ഔട്ട്പുട്ട് 1 ആയിരിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ 0 വന്നു, അപ്പോൾ 0 വന്നത് എവിടെയാണ്? എസിന്റെ കേസിലാണ്. അപ്പോൾ എസിന്റെ നേരെയുള്ള നാൻഡിന്റെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എസ് 0 ആകുന്ന ആ ഒരു കേസിൽ അവിടെ ഞാൻ 1 കൊടുത്തു. 1 കൊടുത്തതിന് ശേഷം ഇവിടെ കിട്ടിയ ഈ ഔട്ട്പുട്ട് അല്ലേ അടുത്ത നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 1 എന്ന് കൊടുത്തു. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂ ബാറിൽ 0 കിട്ടി അല്ലെ. ഈ 0നെ ഞാൻ അടുത്ത ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. 0 എന്നുള്ളത് 1 ആയിട്ട് മാറി. അപ്പൊ എന്റെ ഞാൻ നിൽക്കുന്നത് ഈ ഒരു 1 എന്നുള്ള സ്റ്റേറ്റിലാണ്. സോ എസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇവിടെ ക്യൂ എത്ര വന്നു? ക്യൂ 1ഉം ക്യൂ ബാർ 0യും. ക്യൂ 1ഉം ക്യൂ ബാർ 0യും വരുമ്പോൾ നമ്മുടെ വരുന്ന സ്റ്റേറ്റ് കണ്ടീഷൻ എന്താണ്? സെറ്റ് കണ്ടീഷൻ ആണ്. ഇവിടെ ഞാൻ എസ് ഈക്വൽ ടു 1ഉം ആർ ഈക്വൽ ടു 1ഉം കൊടുത്തു. ഞാൻ പ്രീവിയസ് ആയിട്ട് എലമെന്റ് നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ, പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു 1നെ അഗെയിൻ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. 1 എന്നുള്ള, അതായത് ആറിന്റെ അവിടെ 1ഉം കൊടുത്തു. നമുക്ക് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കിട്ടിയ 1ഉം കൊടുത്തു. ഈ 1 എന്നുള്ളത് എന്താണ്? നാൻഡ് ഗേറ്റിൽ വരുമ്പോൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടും. അപ്പൊ നമ്മുടെ ക്യൂവും ക്യൂ ബാറിൽ 0 കിട്ടി. ഈ 0നെ ഞാൻ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അപ്പൊ എസിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 10 എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. എഗെയിൻ നമുക്ക് എന്താണ് നമ്മൾ കേസ് 2 പറഞ്ഞിരിക്കുന്നത് ആ സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചു അല്ലെ. എലമെന്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണ് എന്ന് മനസ്സിലായി. അതായത് എപ്പോഴാണോ എസ് ഈക്വൽ ടു 1 ആർ ഈക്വൽ ടു 1 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റിൽ നമ്മുടെ വാല്യൂസ് എല്ലാം പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണെന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 0 ആന കണ്ടീഷനിൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കണം. കേസ് 3 ഞാൻ എസ് ഈക്വൽ ടു 0 കൊടുത്തു, ആർ ഈക്വൽ ടു 0 കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, എസ് ഈക്വൽ ടു 0യും ആർ ഈക്വൽ ടു 0യും ഉണ്ട്. എസ് ഞാൻ 0 കൊടുത്തു, ആർ 0 കൊടുത്തു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു എലമെന്റ് 0, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ ഇൻപുട്ട് 0 ആണ്, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 1 വന്നു. ഇവിടെ ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് 1 വന്നു. ഇത് ഓക്കെ ആണോ? ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് ശരിയാണോ? ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കുന്നു? കോൺട്രഡിക്ടറി സംഭവിക്കുന്നുണ്ട്. കാരണം എന്താ? ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ എപ്പോഴും 0 ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ക്യൂവും ക്യൂ ബാറും, ഇവിടെ നോക്കിയേ, ക്യൂ ഈക്വൽ ടു ക്യൂ ബാർ എന്താണ്? 1 ആണ്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇവിടെ കോൺട്രഡിക്ടറി സംഭവിക്കും. അപ്പോൾ സെയിം ആയിട്ട് ഡാറ്റ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കില്ല, പകരം നമ്മൾ നോട്ട് യൂസ്ഡ് എന്ന് പറയും. നോട്ട് യൂസ്ഡ് പറയുമ്പോൾ ഇതെന്താ സംഭവിക്കുന്ന? ടോഗിൾ ടു ഈച്ച് അതർ, അതവിടെ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, അതവിടെ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എസ് ഈക്വൽ ടു 0യും ആർ ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമുക്ക് വാല്യൂസ് നമ്മുടെ ആ ഒരു ഡാറ്റ കോൺട്രഡിക്ടറി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. ഇവിടെ എസ് ആർ ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് കേട്ടോ. എസ് ആർ ലാച്ച് യൂസിങ് നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. സോ ശ്രദ്ധിച്ച്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എസും കൊടുക്കുന്നുണ്ട്, ആറും കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് കിട്ടുന്നതോ ക്യൂവും ക്യൂ ബാറും. ക്യൂവും ക്യൂ ബാറും ആണ് നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് വാല്യൂസ് എസും ആറും ആണ്. ഔട്ട്പുട്ട് വാല്യൂ ക്യൂ ആൻഡ് ക്യൂ ബാർ ആണ്. ഓക്കെ, ഇനി എസ് എന്താണ്? എസ് ഞാൻ കൊടുക്കുന്ന വാല്യൂ 0 എപ്പോഴാണ് ഞാൻ 0 കൊടുക്കുന്നത്? എസിനെ 0യും ആറിന് 0യും കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? നോട്ട് യൂസ്ഡ് എന്നാണ്. നോട്ട് യൂസ്ഡ് എന്നാണ്. ദെൻ അടുത്ത എന്താ? 0 1. നമ്മുടെ ആ കോമ്പിനേഷൻസ് നമ്മൾ എഴുതുക 0 1 1 0 1 1. ഇവിടെ നോക്കിയേ, എസ് 0യും ആറ് 1ഉം വരുന്ന സ്റ്റേറ്റിൽ ക്യൂവിന്റെ വാല്യൂ എന്തായിരുന്നു? എസ് 0യും ആറ് 1ഉം വരുന്ന കേസിൽ ക്യൂവിന്റെ വാല്യൂ 1 എന്നും, അതായത് ഇത്രയും ശ്രദ്ധിക്കുക, ക്യൂവിന്റെ വാല്യൂ 1 എന്നും ക്യൂ ബാറിന്റെ വാല്യൂ 0 എന്നുമാണ്. എഗെയിൻ എസ് 1ഉം ആറ് 0യും വരുന്ന കേസിൽ
ക്യൂവിന്റെ വാല്യൂ 0 എന്നും ആറിന്റെ വാല്യൂ 1 എന്നുമാണ്. ദെൻ നമുക്ക് 1 വരുന്ന കേസിൽ നമ്മൾ എന്തായിരുന്നു, നമുക്ക് സെയിം ആസ് പ്രീവിയസ്, അതായത് നമുക്ക് എന്താണോ അവിടെ ലഭിച്ചത്, പ്രീവിയസ് സ്റ്റേറ്റിൽ എന്താണോ ലഭിച്ചത് അത് തന്നെ നമുക്ക് ഇവിടെ 1 വരുമ്പോഴും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ SR ലാച്ച് യൂസിങ് NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, അടുത്തത് നമുക്ക് SR ലാച്ച് യൂസിങ് NOR ഗേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ SRന് പകരം RS എന്നാണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. NOR ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ NOR ലാച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. NOR ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ SR ലാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മളിവിടെ കാണുന്നത് SR ലാച്ച് യൂസിങ് NOR ഗേറ്റ് ആണ്. അതായത് NOR ഗേറ്റ് വെച്ചിട്ട് നമ്മൾ SR ലാച്ച് ചെയ്യുന്നു. നമ്മൾ NAND ഗേറ്റിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്തത് അതേ സെയിം തന്നെയാണ് നമ്മൾ NOR ഗേറ്റിലും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ RS ലാച്ച് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ NOR ഗേറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന NOR ഗേറ്റ് R എന്നും രണ്ടാമത് കൊടുക്കുന്ന NOR ഗേറ്റിന് S എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ RS എന്ന് ഇവിടെ എഴുതി വെച്ചത്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയും വരാം, ചിലപ്പോൾ SR ലാച്ച് യൂസിങ് NOR എന്നും വരാം. അത് നിങ്ങൾക്ക് എക്സാം വരുന്നത് പോലെ ഇരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യണം. RS എന്ന് പറഞ്ഞാൽ അത് NOR ഗേറ്റ് ആയിരിക്കും. NOR ഗേറ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള ലാച്ച് ആയിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഇവിടെ ഞാനിവിടെ നേരത്തെ NAND ആയിരുന്നു, ഇവിടെ ഞാൻ NOR യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ R എന്നും ഇവിടെ ഞാൻ S എന്നും കൊടുത്തു. അതിനുശേഷം ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് Q എന്നും ഇവിടെ Q ബാർ എന്നും പറഞ്ഞു. ഈ Qവിനെ ഞാൻ ഇവിടെ ഇൻപുട്ടായിട്ടും ഈ Q ബാറിനെ ഇവിടെ ഇൻപുട്ടായിട്ടും കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ NOR ഗേറ്റ് യൂസിങ് ലാച്ച് ചെയ്യുന്നതാണ്. SR ലാച്ചിന്റെ NOR ഗേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ NORന്റെ ട്രൂത്ത് ടേബിൾ എഴുതണം. 2 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് 4 കോമ്പിനേഷൻസ് വരും. 0 0 0 1 1 0 1 1 അങ്ങനെ 4 കോമ്പിനേഷൻസ് വരും. 0 0 എന്ന് പറയുമ്പോൾ NOR ഗേറ്റ് ആണ്. 0 0 എന്ന് വരുമ്പോൾ 1 എന്നും 0 1 എന്നുള്ളപ്പോൾ 0 എന്നും 1 0 എന്ന് പറയുമ്പോൾ 0 എന്നും 1 1 എന്ന് പറയുമ്പോൾ 0 എന്നുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന, ഇപ്പൊ ഇവിടെ 2 ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെയും 2 ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഔട്ട്പുട്ട് 0 എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 എന്ന് പറയാം. NAND ഗേറ്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 എന്നാണ്. NORലോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 എന്നുള്ള കേസിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് കേസ് 1 നോക്കാം. കേസ് 1 R ഈക്വൽ ടു 0യും S ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ Qവും Q ബാറും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ R എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 0 എന്നും Sന് 1 എന്നും കൊടുത്തു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് SR ലാച്ച് യൂസിങ് NOR ഗേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഇവിടെ നോക്കാം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണോ എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 0 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ഇൻപുട്ട് 0 ആണ്. ഇവിടെയുള്ള ഇൻപുട്ട് എനിക്കറിയില്ല. ഇവിടെ ഒരു ഇൻപുട്ട് 1 ആണ്, ഇവിടുത്തെ ഇൻപുട്ട് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 0 ആണ്. അപ്പൊ ഈ NOR ഗേറ്റിൽ ഒരു ഇൻപുട്ട് എന്താണ്, 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നമുക്ക് Q ബാറിന്റെ വാല്യൂ കിട്ടി. ഈ Q ബാറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ഈ Q ബാറിന്റെ വാല്യൂ ഞാൻ ഫസ്റ്റ് NOR ഗേറ്റിന്റെ ഇൻപുട്ടിലോട്ട് അയക്കുന്നു. ഇവിടെ 0 വരുന്നു. 0 0 എന്ന് പറയുന്നത് റിസൾട്ട് എന്താണ്, 1 ആണ്. അപ്പൊ Qന്റെ വാല്യൂ 1 എന്നും Q ബാറിന്റെ വാല്യൂ 0 എന്നും നമുക്ക് കിട്ടി. അതിനുശേഷം ഈ സെയിം സ്റ്റേറ്റ് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എവിടെ നിർത്തിയത്, ഇവിടെയല്ലേ നിർത്തിയത്. ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ നിർത്തരുത്. ഈ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതായത് ഇവിടെ കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതിനുശേഷം Q ബാറിന് അവിടെ വേണം നമ്മൾ കൊണ്ട് നിർത്താൻ. അതായത് എവിടെയാണോ തുടങ്ങിയത് ആ റിസൾട്ട് തന്നെ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മൾ നിർത്തണം. ഇതാണ് നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് മെമ്മറി എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ആ 0. അപ്പൊ നമ്മൾ ഇത്രയും കേസ് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് അറിയണം, ഇത് നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ R ഈക്വൽ ടു 0 S ഈക്വൽ ടു 0 കൊടുത്തു. Q എത്രയാണ്, Q ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് അറിയാലേ. ഇവിടെ നമ്മൾ നിർത്തിയ എടുത്തുനിന്ന് തന്നെ ഓൾറെഡി എന്താണ്, R 0 എന്നും S 0 എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, Q ബാറിൽ കൊടുക്കുന്ന വാല്യൂ, അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് നിർത്തിയത് എവിടെയാണ്, Q ബാറിലാണല്ലേ. Q ബാറിൽ എത്രയാണ് വാല്യൂ, 0. ആ 0നെ ഞാൻ ഇവിടെ കൊണ്ടുപോയി 0 0 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്, 0 0 എന്ന് പറയുമ്പോൾ റിസൾട്ട് 1 എന്നും ഈ 1നെ ഞാൻ എഗെയിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ 1 എന്നും ഇട്ടു. 1 1 എന്ന് പറഞ്ഞാൽ എത്രയാ, ഒരു വാല്യൂ 1ഉം മറ്റേ വാല്യൂ 0യും വരുമ്പോൾ നമുക്ക് വാല്യൂ എത്ര വരും, 0 എന്ന് വരും അല്ലേ. അപ്പൊ നമ്മൾ എഗെയിൻ ഇവിടെ വന്ന് നിന്നു. അപ്പൊ നമുക്ക് Qന് കിട്ടിയ വാല്യൂ 1 എന്നും Q ബാറിന് കിട്ടിയ വാല്യൂ 0 എന്നുമാണ്. സോ എന്താണ്, ഏതൊക്കെ കേസിൽ R ഈക്വൽ ടു 0 S ഈക്വൽ ടു 0 വരുന്നോ അപ്പൊ നമുക്ക് എന്താ, സെയിം ആസ് പ്രീവിയസ് എന്ന് കിട്ടി. പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് തന്നെ നമുക്ക് വീണ്ടും കിട്ടി അല്ലെ.
ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കേസ് 1 കണ്ടു, ഇനി കേസ് 2 കാണണം. R ഈക്വൽ ടു 1ഉം S ഈക്വൽ ടു 0യും എടുത്തു. അപ്പോൾ നമുക്ക് Q എത്രയാണ്, Q ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അഗെയിൻ ഒരു നോർ ഗേറ്റ് കൂടി വരക്കുവാണ്, ചെറിയൊരു നോർ ഗേറ്റ് വരക്കുവാണേ. നോർ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ RS എന്നുള്ള വാല്യൂ കൊടുക്കണം. അതിനുശേഷം ഇവിടെ ക്യൂവും ക്യൂ ബാറും കൊടുത്തു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? R-ന് 1 എന്ന വാല്യൂയും S-ന് 0 എന്നുള്ള വാല്യൂയും കൊടുത്തു കഴിഞ്ഞാൽ, R-ന് 1ഉം S-ന് 0 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോർ ഗേറ്റിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ 1 വന്നാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് നോർ ഗേറ്റിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 0നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു അല്ലെ. നമ്മൾ സെക്കൻഡ് നോർ ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് ആ 0നെ ഞാൻ വിളിച്ചു. 0 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ 1നെ അഗെയിൻ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം? ഈ ഫസ്റ്റ് നോർ ഗേറ്റിന്റെ ഇൻപുട്ടിലോട്ട് കൊണ്ടുപോകണം. 1 വന്നു. 1 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 1 എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. 0 ഇവിടെ കിട്ടി. അപ്പോൾ ക്യൂവിന്റെ വാല്യൂ 0 എന്നും ക്യൂ ബാറിന്റെ വാല്യൂ 1 എന്നും എനിക്ക് കിട്ടി. ഇനി ഇത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെ, സെയിം ആസ് പ്രീവിയസ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി R ഈക്വൽ ടു 0, S ഈക്വൽ ടു 0 കൊടുത്തിട്ട് ക്യൂവും ക്യൂ ബാറും കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ കൊണ്ടുപോയി നിർത്തിയത് എവിടെയാണ്? ഇവിടെയല്ലേ? ഈ സ്റ്റേറ്റിലാണ് നമ്മൾ നിർത്തിയത് അല്ലെ. നമ്മുടെ പ്രീവിയസ്, അതായത് മെമ്മറി എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലാസ്റ്റ് തൊട്ട് മുമ്പ് വരെ നമ്മൾ ചെയ്തത് എവിടെ വെച്ച്, ഏത് ഔട്ട്പുട്ടിലാണ്? 0യിലാണ്. ഓക്കെ, ആ 0നെ അവിടെ നിർത്താം. R-ന് 0 കൊടുക്കുന്നു, S-ന് 0 കൊടുക്കുന്നു. ഓക്കെ, അഗൈൻ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ക്യൂവിന്റെ വാല്യൂ നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ ഉണ്ട് അല്ലെ. ആ വാല്യൂവിനെ എടുത്ത് നമുക്ക് സെക്കൻഡ് നോർ ഗേറ്റിന്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തു. 0 എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? 0 എന്ന് പറയുന്നതിന്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. 1 കൊടുത്തു. ഈ 1 അഗൈൻ ഞാൻ ഈ ക്യൂ ബാറിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ ഞാൻ ഫസ്റ്റ് നോർ ഗേറ്റിന്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തു. 1 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ വാല്യൂ 0 അല്ലെ. അഗെയിൻ നമുക്ക് ആ സെയിം റിസൾട്ട് തന്നെ കിട്ടിയല്ലേ. അപ്പോൾ 0 and 1, അപ്പോൾ സെയിം ആസ് പ്രീവിയസ്. ക്ലിയർ ആയോ? അടുത്ത കേസ് 3 ആണ്. കേസ് 3യിൽ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ നമ്മൾ കേസ് 2ഉം കണ്ടു, കേസ് 1ഉം കണ്ടു. കേസ് 1ഉം കേസ് 2ന്റെയും പ്രത്യേകത എന്താണ്? 0 S 0യും R 0യും വരുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? സെയിം ആസ് പ്രീവിയസ്. നേരത്തെ എന്ത് ഔട്ട്പുട്ടാണോ കിട്ടിയത് അത് തന്നെ ആയിരിക്കും വീണ്ടും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു 1, S ഈക്വൽ ടു 1 എന്ന് വന്നാൽ ക്യൂവും ക്യൂ ബാറും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്യൂ ആൻഡ് ക്യൂ ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അഗെയിൻ ഞാൻ ഇവിടെ ഒരു നോർ ഗേറ്റ് വരക്കുവാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരക്കണം എന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വരച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ വീണ്ടും വരച്ച് തരുവാണേ. ഓക്കെ, R-ന് 1 കൊടുത്തു, S-ന് 1 കൊടുത്തു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഇൻപുട്ട് എന്താണ്? ഈ നോർ ഗേറ്റിലെ ഇൻപുട്ട് എന്താണ്? 1 ആണ് അല്ലേ. അപ്പൊ ക്യൂവിന്റെ അവിടെ ഞാൻ 0 എന്ന് കൊടുത്തു. ഇവിടെ നോക്കിയേ, ഇവിടെയും എന്താണ്? എന്ത് വാല്യൂ വരുന്നത്? ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 0നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു അല്ലെ. ഈ 0നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. 0 1 എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാണ്? അഗെയിൻ 0 ആണ് അല്ലെ. അപ്പോഴും നമുക്ക് എന്താ? ക്യൂവും ക്യൂ ബാറും കിട്ടിയോ? ക്യൂവും ക്യൂ ബാറും സെയിം വാല്യൂ ആണ്. ക്യൂ 0 ആണ്, ക്യൂ ബാർ 0 ആണ്. ഇങ്ങനെ വരുന്നത് എന്താണ്? കോൺട്രഡിക്ടറി ആകും. അപ്പോൾ ഇതിനെ നമ്മൾ നോട്ട് യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഇതിനെന്താ പറയുന്നത്? നോട്ട് യൂസ്ഡ്. അപ്പോൾ കേസ് 3യിൽ R ഈക്വൽ ടു 1ഉം S ഈക്വൽ ടു 1ഉം വരുമ്പോൾ നമുക്ക് വാല്യൂ ഔട്ട്പുട്ട് എന്ത് കിട്ടും? നോട്ട് യൂസ്ഡ്. അത് കോൺട്രഡിക്ടറി ആയി പോകും. സോ SR ലാച്ച് അല്ലെങ്കിൽ RS ലാച്ച് യൂസിങ് നോർ ഗേറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്കൊരു ഇൻപുട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്, ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലേ. ഇൻപുട്ടിൽ ഞാൻ 2 വാല്യൂസ് കൊടുക്കുന്നുണ്ട്, R ആൻഡ് S. ഔട്ട്പുട്ടിൽ ഞാൻ 2 ഔട്ട്പുട്ട്സ് എനിക്ക് കിട്ടുന്നുണ്ട്, ക്യൂ ആൻഡ് ക്യൂ ബാർ. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് ഉള്ളപ്പോൾ കോമ്പിനേഷൻസ് 4 എണ്ണം ഉണ്ടാവും അല്ലേ. 0 0 0 1 1 0 അഗെയിൻ 1 1 അല്ലേ. അപ്പൊ നമുക്ക് 4 ഇൻപുട്ട്സ് ഉണ്ടാവും. 4 ഇൻപുട്ട്സിൽ നമ്മൾ 0 0 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത്? R-ന്റെ കേസിൽ 0യും S-ന്റെ കേസിൽ 0 വരുമ്പോൾ വാല്യൂ ആൻസർ എന്തായിരിക്കും? സെയിം ആസ് പ്രീവിയസ് അല്ലേ. സെയിം ആസ് പ്രീവിയസ്.
സെയിം ആസ് പ്രീവിയസ് എന്നുള്ള സ്റ്റേറ്റ് വരും. 0 അതായത് 6 0യും S 1ഉം വരുന്ന കേസിൽ നമുക്ക് വാല്യൂ എന്താ വരുന്നത്, ക്യൂവിൻ്റെ അവിടെ 0 എന്നും ക്യൂ ബാർ 1 എന്നും വരുന്നു. 1 0ന്റെ കേസിൽ വരുമ്പോൾ വാല്യൂ എന്ത് വരും, ക്യൂ 1 എന്നും ക്യൂ ബാർ 0 എന്നും വരുന്നു. അഗെയിൻ 1 1 വരുന്ന കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, 1 1 വരുന്ന കേസിൽ കോൺട്രഡിക്റ്ററി ആയി പോകും. സോ അത് നമ്മൾ നോട്ട് യൂസ്ഡ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ SR ലാച്ച് യൂസിങ് NOR ഗേറ്റ്. അപ്പോൾ നമ്മൾ NAND ഗേറ്റ് കണ്ടു, NOR ഗേറ്റ് കണ്ടു. ഇനി നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പോകാം.